വാട്ടറൊക്കെ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടാണ് ഇവര്. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു പരിപാടി ഏകദേശം ഒരു 7 മണി 7:15 ആകുമ്പോഴൊക്കെ പരിപാടി സ്ഥലത്ത് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് പരിപാടി. അതുകൊണ്ട് 6:45 ആകുമ്പോഴേക്ക് ചണ്ടിയെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങി. നമുക്ക് പരിപാടിക്ക് പോകുന്ന പോക്കിൽ ഒരു സാധനം കൂടി എടുക്കാനുണ്ട്. എന്നാലാണ് വീട്ടിന്റെ അടുക്ക ഭയങ്കര വിളിച്ചു ആൾക്കാർ. സംഭവമൊന്നുമില്ല, ഒരു ഷൂട്ടിംഗ് നടക്കുന്ന പോലും ആരാ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ പിന്നെ അന്വേഷിക്കാൻ പോയിട്ടില്ല. നമുക്ക് എടുക്കാനുള്ള സാധനം ഇതാണ് കേട്ടോ, നമ്മൾ ചെണ്ട വെക്കുന്ന സ്റ്റാൻഡാണ്. പ്രോഗ്രാം ഒരു കല്യാണ വീട്ടിലാണ്. ആടി എത്തുമ്പോൾ നമ്മളൊരു സത്യം അറിയുന്നത്. എന്റെ പേര് കോളേജിൽ പഠിച്ച പെണ്ണിന്റെ കല്യാണം. ഇവരെല്ലാം നോക്കും ആടി എന്നാരാന്ന് നമ്മൾ സംഭവം അറിയുന്നത്. ഇവരും ഞാനും അന്ന് പരിപാടിക്കുള്ളത് കേട്ടോ. ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയി. നമുക്കെല്ലാം ബിരിയാണി കഴിക്കാനേ പറ്റും. അത് പോട്ടെ, അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് അല്ല ലഗോൺ ബിരിയാണിയാണ് കേട്ടോ. പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ DJ വിത്ത് ചെണ്ട. അതിന്റെ കൂടെ ഫോം പാർട്ടി ഉണ്ട്. ഇതിനുള്ള സാധനം അന്നേരം എത്തിയിട്ടില്ല. നമ്മൾ അന്നേരം നമ്മളെ ചെണ്ടയും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചത് കേട്ടാ. ഇതാണ് കേട്ടോ നമ്മളെ DJ. വേറെ പിന്നെ കുറെ ആൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മളെ പരിപാടിന് മുമ്പേ വീഡിയോ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അത് കഴിയാൻ വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. വാട്ടറൊക്കെ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടാണ് ഇവര് അറേഞ്ച് ചെയ്തത്. ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഒരു കമ്മിറ്റി ഓഫീസ് എന്നെല്ലാം പറയുന്ന പോലെ ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് ഞാൻ കമന്റ് ചെയ്യട്ടോ. അപ്പോഴത്തേക്ക് DJന്റെ സാധനവും നമ്മളെ ചണ്ടിയെല്ലാം സെറ്റ് ആക്കി വെച്ചാൽ ഇതേപോലത്തെ പരിപാടി ആയിരിക്കും വേണമെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ വേട്ടാ. അത് കഴിയുമ്പോഴേക്കാണ് നമ്മളെ പരിപാടി നല്ല തുടങ്ങി. എന്താ സംഭവം ഒന്നും അറിയില്ല കേട്ടോ. ലൈറ്റ് ഫോം ഫോഗെല്ലാം അടിച്ചതിന്റെ ഒരു ചെറിയ തലവിറ്റിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ പരിപാടി ആടെ വെച്ച് നിർത്തേണ്ടി വരും. അത് കഴിഞ്ഞ് ചെണ്ടയെല്ലാം പാക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ടിനാട്ടാ. അപ്പൊ ഓക്കെ, ബൈ എന്നാല്.